വിസ്മയങ്ങൾ സൃഷ്ടിക്കപ്പെടും. ദൈവവിശ്വാസത്തിന്റെ കരുത്തില് അസാധാരണമായ അനുഭവങ്ങൾ നമ്മൾ അറിയും. അള്ളാഹുവിന്റെ പരമമായ കാരുണ്യം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മളിങ്ങനെ കാണും. ഇത് പറയാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യമില്ല, നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും. അള്ളാഹു റഹ്മാനാണ്. കയ്യിൽ പൈസ വെച്ചിട്ട് ഇല്ല ഇല്ല തീർന്നു തീർന്നു എന്ന് പറഞ്ഞാ മലക്കൊരൊറ്റ ആമീൻ പറഞ്ഞാൽ തീർന്നു തന്നെ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഫിയ ബീവിയാണെന്ന് തോന്നുന്നു, ഇത് ഉമ്മു സുലൈമാണെന്ന് തോന്നുന്നു, ഏതോ മഹദിയുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞു, മോനെ ഇങ്ങ് വാ, ഒരു സാധനം തരാം, മോനെ ഇങ്ങ് വാ, ഞാൻ നിനക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മകനെ വിളിച്ചു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമ്മു സലമയോടാണ് ചോദിച്ചു, അവിടെ ചോദിച്ചു, നീ എന്ത് കൊടുക്കുമെന്ന്. ഒന്നുമില്ല നബിയെ, കാരയ്ക്ക് എത്തിരി ഇരുന്ന് അത് കൊടുക്കാന്ന് വിചാരിച്ചു. എന്റെ കയ്യിലിരുന്ന കാരയ്ക്ക് ഇത്തിരി ഉണ്ട്, അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ നീ ഒരു കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ആകാശത്ത് കാണുന്ന അമ്പളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും, ഇതിപ്പോ പിടിച്ചു തരാൻ ചോറുണ്ടടാ. കള്ളതാ, നമ്മൾ തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ലാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ല ഇല്ല എന്നല്ല, അള്ളാഹു തന്നത് കൊടുത്തു, അള്ളയാ തന്നത്, അത് കൊടുക്കാനാ തന്നത്. മഹ്ശറിലെ ഏറ്റവും വൃത്തികെട്ട ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിബിധങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞൊരു വിഭാഗമാണ് സ്വന്തം ഇണയുടെ ദാമ്പത്യ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. ചെറുപ്പക്കാരൊക്കെ അത് വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ രഹസ്യങ്ങൾ, നിങ്ങളുടെ ഭാര്യയുമായോ ഭർത്താവുമായോ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, മറ്റൊരാളോട് ഒരു നിലക്കും ഷെയർ ചെയ്യാൻ പാടില്ല. വീട്ടിനകത്തെ സ്വന്തം ഇണയുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട്, കൂട്ടുകാരോട് പോയി പറയുന്നവൻ നാളെ മഹ്ശറിലെ ഏറ്റവും വൃത്തികെട്ടവനാണ് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്. അന്തസ്സുള്ള, അഭിമാനമുള്ള, അവനവന്റെ പങ്കാളിയെ റെസ്പെക്റ്റ് ഉള്ള ഒരാളും നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച് ഒരിക്കലും മറ്റൊരാളോട് ഷെയർ ചെയ്യുകയില്ല. ഗൗരവത്തോടുകൂടി സൂക്ഷിക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മാത്രം സ്വകാര്യതയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അത് നാട്ടുകാർക്ക് മുഴുവനും വിളമ്പാനുള്ള സദ്യയല്ല എന്ന ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്ക്. ഇന്ന് വഴുത് കേൾക്കാൻ വന്നപ്പോ ഭർത്താവ് മുമ്പില്, ഭാര്യ പുറകില്, അല്ലെങ്കിൽ ഭാര്യ മുമ്പില്, ഭർത്താവ് പുറകില്, രണ്ടും വരുന്ന കണ്ട കീരിയും പാമ്പും പറഞ്ഞ പോലെ വന്ന് അല്ലേ. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ ഭാര്യ, ഇവിടെ അങ്ങനെ വഴുത് കഴിഞ്ഞ് പോകുമ്പോഴല്ലേട്ടാ, നടന്ന് നടന്ന് കൂടെ വന്നവരൊക്കെ പോയി വീട്ടിലേക്ക് കയറുന്ന ഇടവഴി എത്തുമ്പോ പിടിക്കണം. നമ്മൾ ചിലതിനെ കാണാറുണ്ട്, ബൈക്കിൽ പോകുമ്പോ തലയുടെ മുകളിൽ ഇരിക്കുന്ന ഭാര്യ, അത് വേറെ അഭിനയം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആത്മാർത്ഥ സ്നേഹമുള്ളവൻ കടപ്പുറത്ത് പോയി പിടിച്ചോണ്ടിരിക്കുവോ? നടറോടില്ല. നിന്റെ വീടിന്റെ മുറ്റത്തെത്തുന്നു ആരുമില്ല. ആ സമയത്ത് നിന്റെ ഭാര്യയുടെ കയ്യിലേക്ക് നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കയ്യിൽ പിടിച്ചാൽ മതി, ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി ഭർത്താവിന്റെയും ഭാര്യയുടെയും പാപം പൊറുക്കാൻ. വേറെ ഏത് നന്മയുണ്ട്? പാപം പൊറുക്കുന്ന കാര്യമാണോ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാൻ? ഒന്ന് ചിരിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്? നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണ എത്ര ഭർത്താക്കന്മാരുണ്ട്. വഴുത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അയൽവാസി ആയിഷാനെ കാണുന്നത്. ഈ സുഖമാണോടി, മച്ചയ്ക്ക് സുഖമാണോടി, എന്തൊരു ചിരിയും കളിയും വിശേഷം. സ്വന്തം ഭാര്യയെ നോക്കുമ്പോ കടന്തര ബുദ്ധിപോലിരിക്കും നമ്മളിരിക്കും. ആ ചോദ്യം നിന്റെ ഭാര്യയോട് ചോദിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുഞ്ചിരിക്കുന്നത് വെറുതെയാകില്ല. മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് ആ പുഞ്ചിരി കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണ് ജീവിതം, അതാണ് കുടുംബജീവിതം. അത്രത്തോളം മഹത്വമുണ്ട്, അത്രത്തോളം പ്രതിഫലമുള്ള കാര്യമാണ് നമ്മുടെ കുടുംബജീവിതം. അള്ളാഹു നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കാൻ പഠിക്ക്. ഭാര്യ ആരാ, ഭർത്താവ് ആരാ, ബന്ധങ്ങളുടെ സ്ഥാനം എന്താ, അതിനെക്കുറിച്ചും പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാരാ? സ്നേഹിക്കേണ്ടത് ആര്യ? ഭാര്യയെ. കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ പ്രണയിക്കാൻ പഠിക്കണം, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം. എത്രത്തോളം അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.